മിസ്റ്റർ സൈജൻ കുര്യാക്കോസ് അങ്കമാലി ബേസ് ചെയ്തിട്ടുള്ള ഓലിയപ്പുറം ഗ്രൂപ്പിന്റെ സാരഥിയാണ്. ഈ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഡെന്റിസ്റ്റുമാരെ എംപവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഡെന്റിസ്റ്റുമാർക്ക് പല പല വിഷയങ്ങളെ പറ്റി സംസാരിക്കുക. ഡെന്റൽ ക്ലിനിക്കുകളൊക്കെ ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. ആൾക്കാരെ കണ്ട അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ഈ ഇന്റീരിയർ ഡിസൈനിങ് മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കണമെന്ന് ബ്രീഫായിട്ട് പറയാൻ പറ്റും. ഹലോ ഡെന്റിസ്റ്റ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു അതിഥി മിസ്റ്റർ സൈജൻ കുര്യാക്കോസ് അങ്കമാലി ബേസ് ചെയ്തിട്ടുള്ള ഓലിയപ്പുറം ഗ്രൂപ്പിന്റെ സാരഥിയാണ്. 30 വർഷമായിട്ട് ഡെന്റൽ ക്ലിനിക് ഡിസൈനിങ്, ഫർണിച്ചർ ഡിസൈനിങ്, കസ്റ്റമൈസ്ഡ് അപ്രോച്ചിലൂടെ വ്യക്തിമുദ്ര പതിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. വെൽക്കം മിസ്റ്റർ സൈജൻ. താങ്ക് യു. ഈ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഡെന്റിസ്റ്റുമാരെ എംപവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഡെന്റിസ്റ്റുമാർക്ക് പല പല വിഷയങ്ങളെ പറ്റി സംസാരിക്കുക. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ക്ലിനിക്ക്, സ്വപ്നമാണ് ക്ലിനിക്. അപ്പോൾ ഈ ഇന്റീരിയർ ഡിസൈനിങ് മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കണമെന്ന് ബ്രീഫായിട്ട് പറയാൻ പറ്റും. പല ഏരിയാസിലും ഓരോ 5 വർഷം കൂടുമ്പോൾ ചേഞ്ചസ് ആണ് വരുന്നത്. ചില ഏരിയാസിൽ അവർക്ക് വളരെ ടൈം ഉണ്ട്, ഇത് പെട്ടെന്ന് അവർക്ക് അഡോപ്റ്റ് ചെയ്യാനും കാര്യം. പക്ഷെ വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ എപ്പോഴും അത് ബുദ്ധിമുട്ടാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഏരിയ ആണ് ഡെന്റൽ ക്ലിനിക്. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് കുറെ പുതിയ പ്രോഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ട്. ആൾക്കാരെ കണ്ട അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ. അതെ, പെട്ടെന്നായിരിക്കും. അതായത് ഒരു ദിവസം പിറ്റേ ദിവസം വരുമ്പോൾ അത് വേറെ സ്ഥലമായി. അങ്ങനത്തെ ഉള്ള പ്രോഡക്റ്റുകൾ. ദർ ആർ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ ലോട്ട് ഓഫ് പോസിബിലിറ്റീസ്, ഓപ്ഷൻസ്. അത് നമുക്ക് ഈ പുതിയ മാറ്റങ്ങൾ സംഭവിക്കാൻ ക്ലിനിക്കിൽ സംഭവിക്കാനുള്ള കുറേ പ്രോഡക്ട്സുകളുണ്ട്. അപ്പോൾ അതിന് നമ്മൾക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന കുറേ പ്രോഡക്റ്റുകളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ബെറ്റർ വരുന്ന കുറച്ച് ക്ലാഡിംഗ് പ്രോഡക്ട്സുകളുണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് പറയാം. വാൾ ക്ലാഡിങ്ങിനെ പറ്റി പറഞ്ഞു, ക്ലാഡിങ്സിനെ പറ്റി പറഞ്ഞു. അപ്പൊ ആ ക്ലാഡിങ്സിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് 2 രീതിയിലുള്ള വാൾസ് ആണ്. ഒരു നാച്ചുറൽ ആയിട്ട് കല്ല് പണിത ഭിത്തി ഉണ്ടാവും, ടെമ്പററി ആയിട്ട് ഡ്രൈ വാളായിട്ടും സോളിഡ് വാൾ പാനലായിട്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഭിത്തി ഉണ്ടാവും. ഈ 2 ടൈപ്പ് ഭിത്തിയുമേ നമുക്ക് ക്ലാഡിങ്സ് കൊടുക്കാം. റൂം വലുതാണെങ്കിൽ ഒരു പാർട്ടീഷൻ ചെയ്ത് നമുക്കൊരു ക്ലാഡിങ് കൊടുക്കണമെങ്കിൽ അതിൽ തന്നെ വിസിബിൾ ആയിട്ട് CNC രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു പാർട്ടീഷൻ, സീ ത്രൂ ആയിട്ട് പോകാവുന്ന ഉണ്ടാവും, അല്ലെങ്കിൽ പാർഷ്യലി വിസിബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാവും. ഇതൊക്കെ ഓരോ ഡെന്റിസ്റ്റിന്റെയും ആഗ്രഹം അനുസരിച്ചാണ്. പാർട്ടീഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാഡിങ്സ് ചൂസ് ചെയ്യുക. അപ്പോൾ ക്ലാഡിങ്സിൽ വി ഹാവ് ഡിഫറെന്റ് ഓപ്ഷൻസ്. നമുക്ക് അതിനെ പെയിന്റ് ചെയ്യാവുന്നുണ്ട്, പെയിന്റ് ചെയ്ത് വരുന്നുണ്ട്, വാട്ടർ പ്രൂഫ് ആയിട്ടുണ്ട്, MDF ആയിട്ടുള്ളതുണ്ട്, TMA ആയിട്ടുള്ളത്, പല പല ടൈപ്പ് ഉണ്ട്. 10,000 ഡിസൈൻസിലുള്ള ക്ലാഡിങ്സ്. എപ്പോഴും ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് വിത്ത് വാട്ടർ പ്രൂഫ്. WPC ലൂവേഴ്സ് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിൽ വരുന്നുണ്ട്. PVC ഫോം ബോർഡ്സ് ഉണ്ട്. 10, 30, 40 ഡിസൈൻസിൽ വരുന്ന ഡെന്റൽ ക്ലിനിക്കുകളൊക്കെ ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഹൈഫൈ ഇന്റർനാഷണൽ ലാബോറട്ടറീസ് ഹോസ്പിറ്റൽസിന്റെ ഒക്കെ വാൾ ഉണ്ടാക്കിയിരിക്കുന്ന പ്രത്യേകതരം പാനലുണ്ട്. അങ്ങനത്തെ ഒക്കെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. 2-3 ടൈപ്പിലാണ് അത് വരുന്നത്. പഫ് പാനൽ ചെയ്ത് വരുന്ന ബോർഡുണ്ട്. കോൾഡ് സ്റ്റോറേജസിലും ചൂട് തണുപ്പ് ക്ലൈമറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അത് 2 സൈഡും മെറ്റൽ ഫിനിഷ്ഡ് ആണ്. പല കളേഴ്സിലും നമുക്ക് കിട്ടും. ആ മെറ്റൽ പൗഡർ കോട്ട് ചെയ്താൽ വരുന്നത്. ഇപ്പൊ നമുക്കൊരു പെർട്ടിക്കുലർ കളറിലാണ് പൗഡർ കോട്ട് ചെയ്യണമെങ്കിൽ വി ക്യാൻ ഗെറ്റ് ഇൻ ദാറ്റ് കളർ.